ഹലോ വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്ലെഡ്ജിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് സ്ലെഡ്ജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഡൈബ്ലററ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഫുൾ സ്നോ ഒക്കെ മൂടി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില സ്ഥലത്ത് നല്ല സ്ലിപ്പറി ഒക്കെ ആയിട്ടുണ്ട്, ഇങ്ങനെ നല്ല ഐസായി കിടന്നിട്ട്, പക്ഷെ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് കേട്ടോ നമുക്ക് സ്ലെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം. അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. സ്പീഡായിട്ട് പോകാൻ പറ്റുന്നതുകൊണ്ട് സ്ലോ ആയിട്ട് പോകാൻ പറ്റുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ സ്പീഡാണ് കേട്ടോ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂവിൽ ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം കേട്ടോ. ഈ കേബിൾ കാറിൽ കയറിയിട്ട് നമുക്ക് മുകളിലോട്ട് പോകണം. എന്നിട്ട് അവിടെ നിന്ന് ഒരു 7 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നമുക്ക് താഴോട്ട് റൈഡ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ക്യൂവിൽ നിൽക്കണം കേട്ടോ. നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സുമായിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. അങ്ങനെ നമ്മളിതേ കേബിൾ കാറൊക്കെ കയറി മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ റൈഡ് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു റെഡ് റിബൺ പോലത്തെ വള്ളി ഉണ്ടല്ലോ, അത് നമ്മൾ ഏത് സൈഡിലോട്ടാണോ പോകേണ്ടത് ആ സൈഡിലോട്ട് വലിക്കുമ്പോൾ ഇത് പോകും. അതുപോലെ തന്നെ കാല് വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകും. അങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ബ്രേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കാല് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇതേ ഫുൾ ആൾക്കാർ സ്കീ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ സ്കീയുടെ സംഭവങ്ങളൊക്കെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ സ്കീ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ലെഡ്ജിങ്ങിന് വളരെ കുറച്ച് പേരേ ഉള്ളൂ. സ്ലെഡ്ജിങ്ങിനേക്കാളും കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് എന്താണെങ്കിലും സ്കീയിങ് തന്നെയായിരിക്കുമല്ലോ. പക്ഷെ നമ്മൾ വന്നിരിക്കുന്നത് സ്കീയിങ് അല്ല സ്ലെഡ്ജിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ്. നമ്മുടെ ഗ്രൂപ്പിലത്തെ ബാക്കി ആൾക്കാരും കൂടെ വരാനുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞിനെ കണ്ടോ അവിടെ കിച്ചന് ഷീറൊക്കെ വരുന്നുണ്ട് അതിൽ കൂടെ. ഞങ്ങൾ നേരത്തെ എത്തി. അങ്ങനെ നമ്മുടെ സ്ലെഡ്ജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായി, അതുകൊണ്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം പോണ സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു, ഇത് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം പോയതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം എനിക്കത്ര പേടി ഉണ്ടായില്ല കേട്ടോ. പക്ഷേ നല്ല രസമാണ് നമുക്കിത് സ്ലെഡ്ജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞല്ലോ ഒരു 7 കിലോമീറ്റർ ഇങ്ങനെ നല്ല ഒരു അടിപൊളിയാണ് കേട്ടോ. ഒരു 35-40 മിനിറ്റ്സ് മതി കേട്ടോ നമുക്ക് മുകളിൽ നിന്ന് താഴെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാവരും നമ്മുടെ ഗ്രൂപ്പിലത്തെ ആൾക്കാരാണ് കേട്ടോ, ഇത്രയും പേര്. അങ്ങനെ ഇവിടെ നമ്മുടെ സ്ലെഡ്ജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അധികം ഇങ്ങനെ ഒരു സ്നോ അല്ല, കുറച്ചൊരു ഐസായിട്ട് കിടക്കുന്ന ഒരു ട്രാക്കാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര സ്പീഡിലുമാണ് ഇത് പോകുന്നത്. നമ്മളപ്പോൾ കാലത്ത് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിട്ട്, അതുകൊണ്ട് കുറച്ചിങ്ങനെ നല്ല ലെവലായിട്ട് തന്നെ ട്രാക്ക് ഉണ്ടായി. കുറച്ച് സമയം കഴിയും തോറും ഇവിടെ ഭയങ്കര ഹമ്പാവും. അങ്ങനെ ആൾക്കാർ പോയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഹമ്പാവും കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ച് നേരം വന്നു കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ നമ്മളിപ്പോൾ ഇങ്ങനെ നിർത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടോ ഫുള്ള് സ്നോ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വളവാണ് കേട്ടോ. ഈ ഒരു വളവൊക്കെ എത്തുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയാവും കേട്ടോ. അപ്പുറത്തോട്ടങ്ങനെ തെറിച്ച് പോകുന്നു, കാരണം അത്രയും സ്പീഡിലാണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഇഞ്ചുറി ആയിട്ടും നമ്മൾ ആൾക്കാരെയൊക്കെ കണ്ടു കിട്ടും. മറ്റേ എയർ ആംബുലൻസ്, മറ്റേ ഹെലികോപ്റ്ററൊക്കെ വന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു കിട്ടും. അത് മറ്റേ സ്കീയിങ് ചെയ്യുമ്പോൾ ഇഞ്ചുറി ആവുന്നതാണ്. സമ്മറിൽ നമുക്ക് ഈ സ്ഥലത്ത് ഹൈക്കിങ്ങിനും അതുപോലെ ട്രക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ വേറൊരു അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ, ഫുൾ ഗ്രീനറി ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ സ്ലെഡ്ജിങ് ഇവിടെ ഏകദേശം തീരാറായിട്ടുണ്ട്. ഏകദേശം ഒരു ലാസ്റ്റ് പോയിന്റിലോട്ടൊക്കെ നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം അധികം വീഡിയോസ് എടുത്തില്ല. കഴിഞ്ഞ വർഷത്തെ വീഡിയോസിൽ കുറേ നമ്മൾ വരുന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇഞ്ചുറി ആയിട്ട് ആൾക്കാരെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതാണ് കേട്ടോ ഹെലികോപ്റ്ററിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ സ്ട്രെച്ചറിൽ അവിടെ ആളുണ്ട്, എന്തോ ഒരു
സ്കീയിങ് ചെയ്യുമ്പോൾ എന്തോ ആക്സിഡൻ്റ് ആയതാണ്. അപ്പോൾ ഹെലികോപ്റ്ററിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു കേർവിൻ്റെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിൽക്കും, പിന്നെ ഒന്ന് തള്ളിക്കൊണ്ട് പോകണം കേട്ടോ. ചില സ്ഥലത്ത് എത്തുമ്പോൾ ഇങ്ങനെ ഒരു നിരപ്പായിട്ടുള്ള സ്ഥലം എത്തുമ്പോൾ അങ്ങനെ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് സ്കീയിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളിത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു റൗണ്ടിന് 20 ഫ്രാങ്ക്സ് ആണ് ഈ സ്കീയിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സ്കീയിങ് അല്ല, സ്ലെഡ്ജിങ്ങിന് ഈ സ്ലെഡ്ജിങ്ങിനുള്ള ഈ സംഭവം നമുക്ക് അവിടെ നിന്ന് റെൻറ്റിന് എടുക്കാനും പറ്റും. അപ്പോൾ ഇതാണ് റെൻറ്റിന് കിട്ടുന്ന ഒരു പ്ലേസ്. നമ്മുടെ ഒരു ID കാർഡ് കൊടുത്താൽ മതി, നമുക്ക് ഇവിടെ നിന്ന് റെൻറ്റിന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ട് വന്നു, പിന്നെ ഷീച്ചേട്ടനും അമ്മൂസൊക്കെ സെക്കൻഡ് ട്രിപ്പ് ഒന്നുകൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും പോയിട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കിത് ഇവിടെ കുറേ ആൾക്കാരെ കാണാൻ പറ്റുന്നില്ലേ. അത് കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കേട്ടോ, സ്കീയിങ്ങിന് വേണ്ടിയിട്ട്. അതായത് മുകളിൽ നിന്ന് അവർ സ്കീ ചെയ്ത് ഇവിടെ വരും, നെക്സ്റ്റ് ട്രിപ്പ് പോകാൻ വേണ്ടി വീണ്ടും കേബിൾ കാറിൽ കയറിയിട്ട് വേണമല്ലോ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള ക്യൂ ആണ് ഇവിടെ കാണുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ. എന്നാലും കേബിൾ കാർ എപ്പോഴും ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ക്യൂ പെട്ടെന്ന് പോകുന്നുണ്ട്. അങ്ങനെ നമ്മളിതേ നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ടാണല്ലോ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഇങ്ങനെ 2 ടേബിളായിട്ട് നമ്മളിങ്ങനെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. മൊത്തത്തിലൊരു അവശതയിലായിട്ടുണ്ട് കേട്ടോ. കാരണം സ്ലെഡ്ജ് ചെയ്ത് കുറേ എനർജി പോയി, പിന്നെ ഫുഡൂടെ കഴിച്ചപ്പോഴത്തേക്കും പിന്നെ ഉറക്കമൊക്കെ വരാൻ തുടങ്ങിയിട്ടാ. അങ്ങനെ എന്താണെങ്കിലും നമ്മളതിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ റിട്ടേൺ ട്രിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. തിരിച്ചൊരു 1.5-2 മണിക്കൂറുണ്ട് കേട്ടോ നമ്മുടെ അങ്ങോട്ട് വീട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ മറ്റേ പാരാഗ്ലൈഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ. സ്കീയിങ്ങിൽ അവരവരുടെ ദേഹത്ത് വലിയൊരു ഇങ്ങനെ ഒരു റോഡ് വെച്ചിട്ട് അതിനകത്ത് കുഞ്ഞുങ്ങളൊക്കെ ഇരുത്തിയിട്ട് സ്കീ ഒക്കെ ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. Okay, how's your experience sledging? It was so good. I think we should come here again this season. This season? Oh. I already feel like a pro in sledging. Oh. For And- tips, come to us. And for skiing? Skiing. I will wait for Amu to start skiing so that she can give me some tips. I know how to ski. I'm in the group. So she'll teach you? Yes. Yeah. I know. നമ്മളങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ട്രാക്കൊക്കെ കണ്ടോ, ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.